ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം കൊണ്ടുള്ള തെരളി. സാധാരണ ചെറുപഴം, അമ്പലത്തിലൊക്കെയാണ് കദളിപ്പഴം വെച്ചിട്ടാണ്. ഇതിപ്പോൾ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള തെരളി. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നല്ലോണം പഴുത്ത 2 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് മിക്സിയിലോട്ടിട്ട് അടിച്ചെടുക്കാം. നേന്ത്രപ്പഴം ആകുമ്പോൾ മറ്റേ പഴം പോലെ കൈകൊണ്ട് ഉടയത്തില്ല. അതുകൊണ്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അരി അരച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നെങ്കിൽ ഗ്രൈൻഡറിലോട്ട് അരി ഇടുമ്പം ഇതും കൂടെ അങ്ങിട്ടാൽ മതി. അരിഞ്ഞങ്ങോട്ടിട്ടാൽ രണ്ടും കൂടെ അരഞ്ഞോളും. ഇതിപ്പോൾ ഞാൻ അരച്ചെടുക്കട്ടെ. നന്നായിട്ട് അരച്ചു. ഇത് നമുക്കൊരു പാത്രത്തിലോട്ടിട്ടാം. നേന്ത്രപ്പഴം തിന്നാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണ് എൻ്റെ കൊച്ചുമക്കൾ. പക്ഷേ ഇത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവർ കഴിക്കും. ഇനി നമുക്ക് അരിപ്പൊടി ഇടാം. ഇനി തേങ്ങായം. നന്നായിട്ട് ഞാൻ തേങ്ങയൊക്കെ ചേർക്കും. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാകും. ഇനി ശർക്കര നോക്കി പാകത്തിനെടുക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം അടുപ്പിലോട്ട് വെക്കാം. ഇപ്പം ഇത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞല്ലോ. ഇഡ്ഡലി പാത്രം ഞാൻ അടുപ്പേ വെച്ചു. ഇനി നമുക്ക് ഇലയ്ക്കകത്തേക്ക് വെക്കാം. അല്ല, വാഴയിലായാലും മതി. ഞാൻ ഈ ഇല ഉള്ളതുകൊണ്ട് ഇതെടുക്കുന്നെന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ വെക്കും. തുറന്നു പോകാതിരിക്കാൻ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ്, തുറന്നു പോവില്ല. ഇങ്ങനെ വെച്ചിട്ട് ഇപ്പം ഇതെല്ലാം വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടയ്ക്കാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ എടുക്കാം. 15 മിനിറ്റ് തികച്ചായില്ല. അപ്പോഴത്തേക്ക് ഇത് വെന്തു. ഞാൻ സ്റ്റൗ ഓഫാക്കി. ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് തുറക്കാം, ആവി പോയിട്ട്. ഇനി നമുക്ക് തുറക്കാം. അപ്പോൾ ഇതെല്ലാം വെന്ത് നല്ല പാകമായി. നമുക്ക് എടുക്കാം. നല്ല ചൂടാണ്. കഴിച്ചു നോക്കാം. പാകമാകുമ്പോൾ ഇങ്ങനെ ഇലയിലെങ്ങും പറ്റത്തില്ല. ഒട്ടും ഇലയിൽ പറ്റാതെ വരും. ഞാനിത്തിരി കഴിച്ചു നോക്കട്ടെ. കൊള്ളാം. നിങ്ങളെല്ലാവരും നേന്ത്രപ്പഴം ധാരാളം കിട്ടുമ്പോൾ ഇതേപോലെ ചെയ്തു നോക്കണം.